أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا وما تحمل من أنثى ولا تضع إلا بعلمه وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1499 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 11-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു ഖലഖകും മിൻ തുറാബ് ثم من نطفة ثم جعلكم أزواجا وما تحمل من أنثى ولا تضع إلا بعلمه وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. صدق الله العلي العظيم. സൂറത്ത് ഫാത്തിറിലെ 11-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പും ശത്രുതയും ഒക്കെ കാണിച്ച് നിലകൊണ്ടിരുന്ന ഖുറൈശി പ്രമാണിമാരെ, ആ സമൂഹത്തിലെ ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിൽ നിലകൊണ്ട നേതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അവരെ പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പരോക്ഷമായിട്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്ന ഒരായത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായത്. ഇസ്സത്ത് മുൻനിർത്തിക്കൊണ്ടാണ്, തങ്ങളുടെ പ്രതാപവും യശസ്സും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് പോറലേൽക്കും, അതിന് എന്തെങ്കിലും മങ്ങല് വരും എന്നതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കാരണമായി സംഭവിക്കാൻ പോകുന്നത് എന്നൊരാശങ്കയാണ്, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ആലോചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പ് കാണിക്കുന്നതിന്, വിരോധം കാണിക്കുന്നതിനും ശത്രുതയും പകയും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്നതിനൊക്കെ കാരണമായിട്ട് അവർക്കുണ്ടായിരുന്നത് എന്നതാണ് സൂചിപ്പിക്കപ്പെട്ട കാര്യം. അള്ളാഹു ചൂണ്ടിക്കാണിച്ചത്, ഇസ്സത്ത് മുൻനിർത്തിക്കൊണ്ടാണ് ആരെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ തങ്ങളുടെ യശസ്സും സ്ഥാനവും വലിപ്പവും പദവിയും ഒക്കെയാണ് അത് അപകടപ്പെടും എന്നതാണ് ആരുടെയെങ്കിലും കണക്കുകൂട്ടലെങ്കിൽ അവര് മനസ്സിലായിക്കോട്ടെ, യഥാർത്ഥത്തിലെ ഇസ്സത്ത് അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു നൽകുന്നവർക്കാണ് ഇസ്സത്ത് ഉണ്ടാവുക. അള്ളാഹു നിലനിർത്തുന്ന കാലത്തോളം മാത്രമാണ് ഇസ്സത്ത് ആർക്കും അനുഭവിക്കാൻ സാധിക്കുക. അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ് ഇസ്സത്ത്. ഉത്തമമായ നന്മയുടെ വചനങ്ങൾ, നല്ല വചനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർന്നു കയറിപ്പോകുന്നു. അപ്പോൾ ഇസ്സത്തിന്റെ ഒരു അടിസ്ഥാനം നല്ല കാര്യങ്ങൾ പറയുക എന്നതാണ്. നല്ല വചനങ്ങൾ പറയുക, നല്ല സംസാരം, നല്ല കാര്യങ്ങൾ സംസാരിക്കുക എന്നതൊക്കെയാണ്. അതിന് പിൻബലമായിക്കൊണ്ട്
നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളതായി മാറുന്നു, അത് അവനിലേക്ക് കയറിപ്പോകുന്നു എന്നതാണ് ഇസ്സത്ത് തന്നെ നിർണയിക്കുന്ന, യശസ്സും പ്രതാപവും ഒക്കെ നിർണയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്നാൽ കുതന്ത്രങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് യാതൊരു നന്മയും അല്ലെങ്കിൽ സുഹൃതവും ലക്ഷ്യം വെക്കാതെ നികൃഷ്ടമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദ്രോഹങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് ഇസ്സത്തല്ല, യശസ്സല്ല ഉണ്ടാകാൻ പോകുന്നത്, മറിച്ച് അവർക്ക് കഠിനമായ ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അവരുടെ തന്ത്രങ്ങളൊന്നും തന്നെ വിലപ്പോവാൻ പോകുന്നില്ല. അവരുടെ നികൃഷ്ടമായ ആസൂത്രണങ്ങളൊന്നും തന്നെ വിജയം കണ്ടെത്താൻ പോകുന്നില്ല എന്ന കാര്യം കൂടിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിനുശേഷം ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഈ 11-ാമത്തെ ആയത്ത് ഇതുവരെ നടന്നു വന്ന പ്രഭാഷണത്തിന്റെ ഒരു തുടർച്ചയായിട്ട് അല്ല എന്ന് കാണാൻ കഴിയും. പുതിയ ചില വിഷയങ്ങളിലേക്ക് തിരിയുകയാണ്. അത് മുഖ്യമായിട്ടും അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധ ഖുർആന്റെ അനുവാചകരെ പൊതുവായിട്ടാണ്. മക്കയിലെ പ്രമാണിമാരെയോ അല്ലെങ്കിൽ ആ ഘട്ടത്തിലെ ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ആളുകളെയോ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ കേൾപ്പിക്കുന്ന വിധത്തില്, അതും സാധാരണ ജനങ്ങളെ, പ്രമാണിമാരെ എന്നൊന്നുമില്ല, സാധാരണ ജനങ്ങളെ കേൾപ്പിക്കുന്ന വിധത്തില് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാകുന്നതിന് ഉപകരിക്കുന്ന ചില കാര്യങ്ങളാണ്, ചില ആളുകൾക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഞാൻ ഈ ആയത്തിന്റെ വിശദമായ തലങ്ങളിലേക്ക് കടക്കാം. വല്ലാഹു ഖലഖക്കും മിൻ തുറാബ്, മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നിശ്ചയമായിട്ടും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. മനുഷ്യന്റെ അസ്തിത്വത്തിന് 2 ഘടകങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരുന്നുണ്ട്. മണ്ണിൽ നിന്നാണ് അവന്റെ ശരീരം രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ മുഴുവൻ ധാതുക്കളും എടുക്കപ്പെട്ടിട്ടുള്ളത്. മണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ സൃഷ്ടിപ്പ്. അതിന് ശേഷം അവനിൽ അവന്റെ ആത്മാവിനെ അള്ളാഹു വിക്ഷേപിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന് ശരീരവും ആത്മാവും ഉണ്ട്. ശരീരം അതിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും മണ്ണിൽ ലയിച്ചു ചേരുന്ന, മണ്ണിന്റെ ഈവൻ അതർവൈസ് മണ്ണിന്റെ ഭാഗമായിക്കൊണ്ടിരുന്ന പദാർത്ഥങ്ങൾ, മൂലകങ്ങൾ, അതുപോലെ കെമിക്കൽ എലിമെന്റ്സ് ഒക്കെ തന്നെയാണ് ശരീരത്തിൽ ഉണ്ടാവുക. അത് പൂർണ്ണമായിട്ടും മണ്ണിൽ ലയിച്ചു ചേരുകയും ചെയ്യും. എന്നാൽ ഇതിന്ന് വെളിയിലായിക്കൊണ്ട് മനുഷ്യന്റെ ആത്മാവ് അതില് വിക്ഷേപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്നാണ്. മണ്ണിലുള്ള, ഭൂമിയിലുള്ള അംശങ്ങളല്ലാത്ത യാതൊന്നും മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല എന്നതാണ് രാസപരിശോധനയിൽ വെളിപ്പെടുന്ന കാര്യം. അപ്പോ അത് ഒക്കെയും തന്നെ ഭൂമിയിൽ പൂർണ്ണമായും അലിഞ്ഞ് ലയിച്ചു ചേരാൻ കഴിയുന്ന സംഗതികളാണ് താനും. പിന്നീട് അവന്റെ വളർച്ചയ്ക്കൊക്കെ അത് ഭൂമിയിൽ നിന്ന് തന്നെയുള്ള സംഗതികൾ തന്നെയാണ് പ്രയോജനപ്പെടുന്നത്. അപ്പോ സൃഷ്ടിപ്പിന്റെ ആ തുടക്കഘട്ടത്തിലെ അള്ളാഹുവിന്റെ നടപടിയെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിടെ പറയുകയാണ്, വല്ലാഹു ഖലഖക്കും മിൻ തുറാബ്, നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തുറാബിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ്.
അതിന്റെ വ്യക്തത തരുന്ന വിധത്തിലുള്ള പല പരാമർശങ്ങളും വേറെ പലയിടങ്ങളിലും കാണാം. ഈ മണ്ണ് എന്നതൊരു പൊതുവായ ഒരു പ്രയോഗമാണല്ലോ. അത് തീൻ എന്ന് പരാമർശിക്കുന്ന ആയത്തുകൾ കാണാം. അതുപോലെ കളിമണ്ണിന്റെ സത്ത എന്ന് സൂചിപ്പിക്കുന്ന സൽസാലിം മിൻ തീൻ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ ഖുർആനിൽ പലയിടത്തും കാണാൻ കഴിയും. അപ്പം ഇവിടെ പൊതുവായിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, മണ്ണിൽ നിന്നാണ് നിങ്ങളുടെ സൃഷ്ടിപ്പ് അള്ളാഹു നിർവഹിച്ചിരിക്കുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് മറ്റൊരു ഘട്ടം എങ്ങനെയാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആ നൈരന്തര്യം, മനുഷ്യന്റെ ആ പരമ്പര എങ്ങനെ നിലനിർത്തപ്പെട്ടു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്നാമതായി അവൻ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ നുത്ഫയിൽ നിന്നാണ്. നുത്ഫ എന്ന് പറഞ്ഞാൽ ശുക്ലകണം എന്നാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ പ്രജനന പ്രക്രിയയിലെ സ്രവങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന സംഗതി. ആണായാലും പെണ്ണായാലും പ്രജനന പ്രക്രിയയിൽ ശരീരത്തിന്റെ ചില ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഒരു ദ്രാവകമുണ്ട്. അതിന്റെ ഒരു കണമാണ് യഥാർത്ഥത്തിൽ നുത്ഫ എന്ന വാക്കുകൊണ്ട് ഖുർആൻ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ ആദ്യഘട്ടത്തിൽ മണ്ണിൽ നിന്ന് അള്ളാഹു മനുഷ്യന്റെ രൂപം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മണ്ണിലെ എലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് ശരീര രൂപകൽപ്പന നടത്തി. അതാണ് സൃഷ്ടിപ്പിന്റെ തുടക്കം. പിന്നീട് മിൻ നുത്ഫത്തിൻ, ശുക്ലഗണത്തിൽ നിന്നായിട്ട് അവന്റെ സൃഷ്ടിപ്പിനെ അള്ളാഹു മുന്നോട്ട് കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ അത് പ്രജനന പ്രക്രിയയിലൂടെ മനുഷ്യന്റെ വംശവർധന അല്ലെങ്കിൽ വംശനൈരന്തര്യം ഉണ്ടാകുന്നതിന്, സൃഷ്ടിപ്പിന്റെ വേറൊരു ഘട്ടമാണല്ലോ, ആ ഒരു പ്രക്രിയക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സംവിധാനം ഇതാണ്. നുത്ഫയിൽ നിന്ന് രൂപപ്പെട്ടു വരിക എന്നതാണ്. അപ്പോ സുമ്മ ജഅലക്കും അസ്വാജ, പിന്നെ അവൻ നിങ്ങളെ ഇണകളാക്കി, പേയേഴ്സാക്കി, ആണും പെണ്ണുമാക്കി. ഇതാണ് സൂചിപ്പിക്കുന്നത്. വിവാഹിതരായ ഇണകളെ കുറിച്ചല്ല ഇവിടെ സ്പെസിഫിക് ആയിട്ട് പരാമർശിക്കുന്നത്. സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്ന ആണ് പെണ്ണ് എന്ന വിധത്തിലുള്ള ഇണകള്, ആ വിധത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മനുഷ്യന്റെ വംശവർധനവുണ്ടാവുന്നതും മനുഷ്യന്റെ ജീവിത സായുജ്യം നേടുന്നതും ഒക്കെ തന്നെ ഈ ഒരു പ്രക്രിയയിലൂടെയാണ്. ആണും പെണ്ണും ആയി അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യര് ഒന്നായിത്തീരുന്ന പ്രക്രിയയിലാണ്. അപ്പോ സുമ്മ ജഅലക്കും അസ്വാജ, അപ്പൊ നുത്ഫയിൽ നിന്ന് മനുഷ്യനെ തുടർന്ന് സൃഷ്ടിച്ചു. പിന്നീട് ആ പ്രക്രിയയിൽ അവരെ ആണും പെണ്ണുമാക്കി, അവരെ പേയേഴ്സ് ആയിട്ട്, അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഫങ്ഷനിങ് പൂർണ്ണമാവുന്നത് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാവുന്നത് ഈ ആണും പെണ്ണും എന്ന വിധത്തില് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ്. അപ്പോഴേ ജനനം, മനുഷ്യന്റെ ജീവിതം സാർത്ഥകമാവുന്ന പ്രജനന പ്രക്രിയയിലേക്കൊക്കെ മനുഷ്യന് എത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. സുമ്മ ജഅലക്കും അസ്വാജ. എന്നിട്ട് മനുഷ്യന്റെ വംശവർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി അള്ളാഹു ഈ ആയത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. വമാ തഹ്മിലു മിൻ ഉൻസ വലാ തളഉ ഇല്ലാ ബിഇൽമി, ഒരു സ്ത്രീയും ഗർഭിണിയാവുന്നില്ല. വമാ തഹ്മിലു മിൻ ഉൻസ, ഉൻസ ആയി ഉള്ള ഒരാളും തന്നെ, ഉൻസ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം. സ്ത്രീകൾ ഗർഭിണികളാവുന്നില്ല. വമാ തഹ്മിലു മിൻ ഉൻസ, ഒരു സ്ത്രീയും ഗർഭിണിയാവുന്നില്ല. വലാ തളഉ ഇല്ലാ ബിഇൽമിഹി, ഒരു സ്ത്രീയും പ്രസവിക്കുന്നുമില്ല. ഇല്ലാ ബിഇൽമിഹി, അവന്റെ അറിവോടുകൂടിയല്ലാതെ. എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീ ഗർഭിണിയാവുന്നുണ്ടെങ്കിലും ഏത് സ്ത്രീ പ്രസവിക്കുന്നുണ്ടെങ്കിലും
അതൊക്കെയും അള്ളാഹുവിന്റെ അറിവിൽ പെട്ടതാണ്, അവന്റെ നിശ്ചയത്തിൽ പെട്ടതാണ്. അപ്പൊ ഓരോ സ്ത്രീയും ഗർഭിണി ആവുന്നത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്രക്രിയ പ്രവർത്തനക്ഷമമായിക്കൊണ്ടാണ്. ഗർഭിണികളായവര് എല്ലാവരും തന്നെ ജീവനുള്ള ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചോളണമെന്നൊന്നുമില്ല. പല ഗർഭസ്ഥ ശിശുക്കളും പാതി വഴിയെ മരിച്ചു പോകുന്നതും അല്ലെങ്കിൽ ജീവൻ തുടിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്നതും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു കൂടെ പറയുന്നത് ഇതൊന്നും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമോ നിശ്ചയപ്രകാരമോ അറിവ് പ്രകാരമോ ഒന്നുമല്ല എന്ന് ആരും കരുതേണ്ടതില്ല. അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോ അള്ളാഹുവിന്റെ ഒരു ഇറാദത്ത് പ്രവർത്തനക്ഷമമായതാണ്. അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശം അള്ളാഹു നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. അതേപോലെയുള്ള അള്ളാഹുവിന്റെ ഇറാദത്തിന്റെ ഭാഗമായിട്ടാണ് ലുത്തുഫയിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു എന്നത്. ലുത്തുഫയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യര് ആണും പെണ്ണുമായി രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് മാറുന്നതും അവന്റെ ഉദ്ദേശപ്രകാരം തന്നെയാണ്. അതുപോലെ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നതും അവള് പ്രസവിക്കുന്നതും അതൊന്നും ആരും അറിയില്ല എന്ന് കരുതരുത്. അള്ളാഹു കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരവും ഒക്കെ തന്നെയാണ് അതൊക്കെയും സംഭവിക്കുന്നത്. അത് വിവാഹിതരായിക്കൊണ്ടുള്ള ഗർഭധാരണമായാലും വിവാഹിതരാവാതെ തന്നെയുള്ള ഗർഭധാരണമായാലും ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ അറിവിൽ പെട്ടതാണ്. ആർക്കും അത് മൂടി വെക്കാനോ ഒളിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. എന്നല്ല യാദൃച്ഛികതയെ കാരണമായിട്ട് സംഭവിക്കുന്നതോ അല്ല. സ്വോദ്ദേശപരമായ സൃഷ്ടിപ്പ് തന്നെയാണ്. ഏതൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലും ഒരു കുഞ്ഞ് രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായും അള്ളാഹുവിന്റെ ജ്ഞാനത്തോടെയും ഇറാദത്തോടെയും മശീഅത്തോടെയും ഒക്കെ സംഭവിക്കുന്നതാണ്. വമാ തഹ്മിലു മിൻ ഉൻസ വലാ തളഉ എന്ന് പറഞ്ഞാല് അവള് പ്രസവിക്കുന്നില്ല. വലാ തളഉ, അവള് ഗർഭത്തിലുള്ള കുഞ്ഞിനെ പ്രസവിക്കുന്നില്ല. ഇല്ലാ ബി ഇൽമിഹി, അവന്റെ അറിവ് കൊണ്ടല്ലാതെ, അവന്റെ അറിവ് പ്രകാരമല്ലാതെ. അള്ളാഹുവിന്റെ ജ്ഞാനത്തിന് അതീതമായിട്ട് ഭൂമിയിൽ ഒരാളും ജനിക്കുന്നില്ല. ഒരു സ്ത്രീയും ഗർഭിണിയാവുന്നില്ല. അവള് ഒരു കുഞ്ഞിനെയും പ്രസവിക്കുന്നുമില്ല അള്ളാഹിന്റെ അറിവില്ലാതെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വോദ്ദേശ്യപരമായ സൃഷ്ടിപ്രക്രിയ തന്നെയാണ് ഈ വ്യത്യസ്ത രൂപങ്ങളിൽ നിർവഹിക്കപ്പെടുന്നത്. ഒന്ന്, മണ്ണിൽ നിന്നുള്ള മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പ്. പിന്നീട് മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് സിക്രീറ്റ് ചെയ്യപ്പെടുന്ന സ്രവങ്ങളിൽ നിന്നായിട്ട് അവന്റെ സൃഷ്ടിപ്പ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടക്കുകയാണ്. അത് ആണും പെണ്ണുമായിട്ടുള്ള സന്തതികൾക്ക് ജന്മം നൽകുന്നു. അപ്പൊ ഒരു സ്ത്രീയും ഗർഭിണിയാവുന്നില്ല, ഒരാളും തന്നെ, ഒരു പെണ്ണും തന്നെ പ്രസവിക്കുന്നുമില്ല. ഇല്ലാ ബി ഇൽമിഹി, അവന്റെ അറിവോടുകൂടിയല്ലാതെ. ഇക്കാര്യമാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മശീഅത്തും ഇറാദത്തും അള്ളാഹുവിന്റെ കൃത്യമായ ആസൂത്രണവും ഇല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവുന്ന കാര്യമല്ല. യാദൃച്ഛികതയല്ല, അല്ലെങ്കിൽ വേറെ യാതൊരു ആസൂത്രണവും ഇല്ലാത്ത ദൈവികമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെയുള്ള ഒരു പരിണാമ പ്രക്രിയയിലൂടെ ഉണ്ടാവുന്നതുമല്ല. വ്യക്തമായും മനസ്സിലാക്കേണ്ടത്, ഗർഭസ്ഥ ശിശുവിന്റെ ഓരോ ഘട്ടവും അത് ആണിന്റെയും പെണ്ണിന്റെയും സ്രവങ്ങളായിരിക്കുന്ന ഘട്ടം മുതൽ ബീജസങ്കലനവും പിന്നെ ഗർഭപാത്രത്തില് കുഞ്ഞിന്റെ ഗർഭപാത്ര ഭിത്തിയില് ഒരു ഇൻസിഷൻ നടത്തി അവിടെ തൂങ്ങിക്കിടക്കുന്നതും അവിടെ കിടന്നുകൊണ്ട് അത് വളർച്ച പ്രാപിക്കുന്നതും അതിൽ ജീവന്റെ തുടിപ്പുണ്ടായി തുടങ്ങുന്നതും ഒക്കെ തന്നെ
ഇതിൽ ഓരോ ഘട്ടത്തിലും തന്നെ അള്ളാഹുവിന്റെ കൃത്യമായ പദ്ധതി പ്രകാരം, ആസൂത്രണ പ്രകാരമാണ് സംഭവിക്കുന്നത്. ഇതിലൊക്കെയും തന്നെ പരിണാമത്തിന്റെ പല ഘട്ടങ്ങളും കടന്നു പോകുന്നുണ്ട്. ആദ്യ തുടക്കത്തിലുള്ള രൂപത്തിലല്ല പിന്നീട് ഉണ്ടാവുന്നത്. കുഞ്ഞിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും സൂചിപ്പിക്കുന്നത് ആ ഗർഭസ്ഥ ശിശു പല ഘട്ടങ്ങളിലൂടെ പരിണമിച്ച് അവസാനം പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞായിട്ട് പുറത്തേക്ക് എത്തുന്നു എന്നതാണ്. അപ്പൊ അത് ഒരു പരിണാമ പ്രക്രിയയാണ്. ഇതല്ലാത്ത അള്ളാഹുവിനെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള, അള്ളാഹുവിന്റെ അസ്തിത്വം ആവശ്യമേ ഇല്ല എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിൽ മനുഷ്യൻ ഒരു പരിണാമ പ്രക്രിയയിലൂടെയും കടന്നു പോകുന്നില്ല. അള്ളാഹുവിന്റെ ആസൂത്രണം മനുഷ്യ ശിശു പിറവിയെടുക്കുന്നത് കൃത്യമായി പല ഘട്ടങ്ങളിലൂടെയും പരിണമിച്ച് അവൻ ഒരു പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യ ശിശുവായിട്ട് രൂപപ്പെട്ടു വരുന്നത് വരെയുള്ള ആ പ്രക്രിയ ഉണ്ടല്ലോ, അതിനുശേഷവും പരിണാമമുണ്ട്. ഭൂമിയിൽ പിറവിയെടുത്തതിന് ശേഷവും കുഞ്ഞ് പല ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് പൂർണ്ണ വളർച്ച എത്തിയ ഒരു മനുഷ്യനായി മാറുന്നത്. അതിനുശേഷം വീണ്ടും പരിണമിക്കുകയാണ്. ആ സൈക്കിൾ അവസാനിക്കുന്നില്ലല്ലോ. എന്ന് ഖുർആൻ പറയുന്ന കാണാം. നാം ആയുസിന് ദൈർഘ്യം കൊടുത്ത ആളുകള് അവരുടെ രൂപം, ഘടനയൊക്കെ നാം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. നുനക്കിസുഹു ഫിൽ ഖൽഖ് എന്ന്. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്. ആയുസിന് ദൈർഘ്യം കൊടുത്തവര് അവര് ശൈശവത്തിലോ ബാല്യത്തിലോ യൗവനത്തിലോ ഉണ്ടായിരുന്ന പോലെയല്ല അങ്ങനെ പ്രായം ചെന്ന ആളായി മാറുമ്പോ നിലനിൽക്കുന്നത്. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പ്യൂട്ടർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ഏർലിയസ്റ്റ് സ്റ്റേജ് മുതൽ മരണം വരെയുള്ള പടുവാർദ്ധക്യത്തിലെത്തിയിട്ട് മരിക്കുന്ന ഒരാള് ആവുന്നത് വരെയുള്ള ഘട്ടങ്ങളെ ആ ഒരു ആപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്രയും സാങ്കേതിക വളർച്ച നമ്മൾ നേടിയതാണല്ലോ. അപ്പൊ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ പരിണാമങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവന്റെ രൂപഘടനയെ നാം മാറ്റിമറിക്കുന്നു, പരിണാമ പ്രക്രിയക്ക് വിധേയമാക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഡാർവിൻ സങ്കല്പിച്ച പോലെയുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ നിന്ന്, ഒരു ജീവിയിൽ നിന്ന് അത് പരിണമിച്ച് കുറെ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും ഒക്കെ പിന്നിട്ടപ്പോ അതിൽ നിന്ന് മറ്റൊരു സ്പീഷീസ് ഉണ്ടായി വന്നു എന്ന നിലക്കുള്ള പരിണാമമല്ല ഇത്. ഓരോ ഘട്ടവും അള്ളാഹുവിന്റെ ആസൂത്രണ ഫലമായിട്ട് ഉള്ള പരിണമിക്കലാണ്. അത് സൃഷ്ടിപ്രക്രിയയുടെ തുടക്കം മുതൽ തന്നെ, മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് മുതൽ തന്നെ അവനില് അള്ളാഹു അവന്റെ ആത്മാവിനെ വിക്ഷേപിച്ചത് മുതൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അവനില് ഈ പ്രജനന സ്രവങ്ങള് ആണിലും പെണ്ണിലും അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് മുതൽ അവിടുന്ന് അങ്ങോട്ട് പരിണാമത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ തന്നെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. പക്ഷെ ഒരിക്കലും തന്നെ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു കുരങ്ങ് പോലെയുള്ള ഒന്ന് ദീർഘകാലത്തെ പ്രക്രിയയിലൂടെ പരിണമിച്ച് മനുഷ്യനായി മാറി എന്ന വിധത്തിലല്ല. അത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു സമൂഹം, ദൈവിക അസ്തിത്വത്തെ ഒരു യാഥാർത്ഥ്യമായിട്ട് കാണാത്ത ഒരു സമൂഹം എത്തിച്ചേർന്ന ചില ധാരണകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമുഖത്ത് മനുഷ്യന്റെ വളർച്ച ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും എങ്ങനെ സംഭവിക്കുന്നു എന്നതിനൊരു വിശദീകരണം കൊടുക്കൽ അനിവാര്യമാണല്ലോ. അള്ളാഹു എന്നൊരു വിശദീകരണം അവർക്ക് കൊടുക്കാൻ സാധ്യമല്ല. കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഒരു വിശദീകരണം, എങ്ങനെ ഇത് സംഭവിച്ചു, എങ്ങനെ ഇതുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം അവർ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അവരെത്തിച്ചേർന്ന തീർത്തും അബദ്ധജടിലമായ ചില ധാരണകളാണ് പരിണാമവാദവും പരിണാമ സിദ്ധാന്തവും ഒക്കെ നമ്മൾ പരിചയിച്ചിട്ടുള്ള അത്തരം സംഗതികളൊക്കെ ഉണ്ടായി വന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്ന് അള്ളാഹു തുടങ്ങി, പിന്നീട് അത് ശുക്ലഗണത്തിലൂടെ നിർവഹിക്കപ്പെട്ടു, ആണും പെണ്ണുമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടു,
പിന്നെ ഒരു പെണ്ണും ഗർഭം ധരിക്കുന്നില്ല, പ്രസവിക്കുന്നുമില്ല അള്ളാഹുവിന്റെ അറിവിൽ പെടാതെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഓരോ വ്യക്തിയുടെ സൃഷ്ടിപ്പും കൃത്യമായ ദൈവിക ആസൂത്രണത്തിന്റെ ഫലമായിട്ട് ദൈവിക പ്രക്രിയയിലൂടെ തന്നെയാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. എന്നിട്ട് പിന്നീട് മനുഷ്യന്റെ പിറവിയെടുത്തതിന് ശേഷമുള്ള വലിയ ശരീര വളർച്ച, ബുദ്ധി വളർച്ച, പക്വത ആർജിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആ ഘട്ടങ്ങളൊക്കെ പിന്നിട്ടതിന് ശേഷം മനുഷ്യന് ബുദ്ധി ശോഷണം വരുന്നത്, ഭാഷ നഷ്ടപ്പെടുന്നത്, ഓർമ്മ നഷ്ടപ്പെടുന്നത്, അങ്ങനെ ഏത് ശൈശവാവസ്ഥയിലാണോ അവൻ ഭൂമുഖത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അതിനോട് സമാനമായ ഒരവസ്ഥ, പല കഴിവുകളും ഇല്ലാതെയായി മാറുന്ന, ശൈശവത്തെക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ തിരികെ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ മനുഷ്യ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവിക ആസൂത്രണത്തിന്റെ ഭാഗമായ കാര്യങ്ങളാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തുടർന്ന് അള്ളാഹു പറയുകയാണ്, വമായുഅമ്മറുമിൻ, ദീർഘമായ പ്രായം, ദീർഘകാലം ജീവിക്കുന്ന ഒരാളും തന്നെ അങ്ങനെ ദീർഘായുസുള്ളവനായി മാറുന്നില്ല. വമായുഅമ്മറു മിൻ മുഅമ്മരിൻ, ഉംർ എന്ന് പറഞ്ഞ പ്രായം, വയസ്സ് എന്നൊക്കെയാണ് അർത്ഥം. മുഅമ്മർ എന്ന് പറഞ്ഞാൽ പ്രായം നൽകപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആയുസിന് ദൈർഘ്യം നൽകപ്പെട്ടവൻ. അവന് ആയുസിന് ദൈർഘ്യം ഉണ്ടാവുന്നില്ല. വമായുഅമ്മറു, ആയുസിന് ആയുർദൈർഘ്യം ഉള്ളവനാകുന്നില്ല. മിൻ മുഅമ്മരിൻ, ആയുർദൈർഘ്യം നൽകപ്പെട്ട ഒരാളും തന്നെ. വലാ യുൻഖസു മിൻ ഉംരിഹി, ഒരാളുടെയും പ്രായത്തിൽ ഒരു കുറവും വരുന്നില്ല. അള്ളാഹു നിശ്ചയിച്ച, ഓരോരുത്തർക്കും അള്ളാഹു അവന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ തന്നെ നിശ്ചയിച്ച ഒരു ആയുസ്സുണ്ട്. ആ ആയുസ് അള്ളാഹുവിടെ പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച പ്രകാരം ദൈർഘ്യമുള്ളതാവുന്നില്ല, അല്ലെങ്കിൽ അത് കുറഞ്ഞതാവുന്നില്ല. ഇല്ലാ ഫീ കിതാബ്, അതൊക്കെയും തന്നെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെട്ട വിധത്തിലല്ലാതെ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു കിതാബ്, അത് നമ്മൾ സങ്കല്പിക്കുന്ന പോലെയുള്ള കടലാസും പേനയും ഒക്കെ ഉപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം എന്നൊന്നും നമ്മൾ സങ്കല്പിക്കേണ്ടതില്ല. പക്ഷെ അള്ളാഹുവിന് ഒരു ലൗഹുൽ മഹ്ഫൂദ് എന്ന വിധത്തിൽ കാര്യങ്ങളുടെ സകല സംഗതികളും ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഏതോ വിധത്തിലാവട്ടെ, അതിന് പുസ്തകം എന്ന് വിളിച്ചാലും പേന ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാലും അങ്ങനെ ഇല്ലെങ്കിലും അതൊന്നും അല്ല വിഷയം. പുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തുമ്പോഴായാലും ഡിജിറ്റൽ ആയിട്ട് രേഖപ്പെടുത്തുമ്പോഴായാലും നടക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഡോക്യുമെന്റേഷൻ എന്ന് പറയും, തസ്ജീൽ എന്ന് പറയും അറബിയിൽ. ആ ഒരു സംഗതി അള്ളാഹു എല്ലാ കാര്യത്തിലും നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അവന്റെ രേഖയിലില്ലാത്ത വിധത്തിലല്ല ഒരാളുടെയും ആയുസ് ദൈർഘ്യമുള്ളതാകുന്നതും ആരുടെയെങ്കിലും ആയുസ് ദൈർഘ്യം കുറഞ്ഞതാകുന്നതും ഒന്നും തന്നെ. ദീർഘകാലം ജീവിക്കുന്ന ഒരാളുടെ ദീർഘായുസ് അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഹ്രസ്വകാലം മാത്രം ജീവിക്കുന്ന ഒരാളുടെ ആയുസിന്റെ ഹ്രസ്വത, ആ ദൈർഘ്യക്കുറവ്, അതും അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ്. അപ്പോ ഇല്ലാ ഫീ കിതാബ്, ഇതൊക്കെയും തന്നെ ഒരു രേഖയിൽ ഇല്ലാതെ ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, ഈ പറയുന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്പ്രയാസകരമായ സംഗതിയാണ്. വളരെ ലളിതമായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാ ആളുകളെയും കേൾപ്പിക്കുന്ന വിധത്തില്, അതും വളരെ സാധാരണക്കാരായ ആളുകൾക്ക് വരെ അവന്റെ ഉത്ഭവത്തെക്കുറിച്ചും വളർച്ചാ പരിണാമങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായ ഒരു ധാരണ അള്ളാഹു പകർന്നു നൽകുകയാണ് ഇവിടെ. അതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ രേഖയിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവന്റെ അറിവിലും മശീഅത്തിലും ഇറാദത്തിലും ഒക്കെ പെട്ട കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ.
അതൊരു സ്ത്രീ ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതും കുഞ്ഞ് വളർച്ച പ്രാപിക്കുന്നതും അതിന് പല വിധത്തിലുള്ള സർഗാത്മകവും മറ്റുമൊക്കെ ആയിട്ടുള്ള കായികവും ശരീരപരവും ഒക്കെ ആയിട്ടുള്ള കഴിവുകളും സാധ്യതകളും ഒക്കെ ഉണ്ടാവുന്നത് ഇതൊക്കെയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വിധത്തിലുള്ളതാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്താക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ചില പങ്കൊക്കെ ഉണ്ട്. നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ടാവും, മദ്രസയിൽ പറഞ്ഞേക്കുന്നുണ്ടാവും, സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ടാവും, അതുപോലെ സ്പോർട്സ് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ജിംനേഷ്യത്തിലോ ഒക്കെ പറഞ്ഞയച്ച് ശാരീരികമായ കരുത്തൊക്കെ നേടാനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ടാവും. അതുപോലെ പാട്ടുപാടാനുള്ള പരിശീലനം ഉണ്ടാവും, ചിത്രം വരയ്ക്കാനും പരിശീലനം ഉണ്ടാവും, സ്കൂളിംഗ് നടത്തിക്കൊണ്ട് അവന് ഭാഷയും അതുപോലെ തന്നെ ശാസ്ത്രവും ഒക്കെ പഠിക്കാൻ അവസരം നൽകുന്നുണ്ടാവും. ഇതൊക്കെ അതിന്റെ കാര്യകാരണ ബന്ധങ്ങൾ മാത്രമാണ്. പക്ഷെ ഇതൊക്കെയും തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. അവനത് മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അവന്റെ കിതാബിൽ. ഇതാണ് അള്ളാഹുവിടെ പറയുന്ന കാര്യം. അപ്പോ ആദിമ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്ന് ഉണ്ടായതിനെ കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചു. തുടർന്ന് ശുക്ലഗണത്തിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ നൈരന്തര്യം നിർവഹിച്ച കാര്യവും അള്ളാഹുവിടെ പറയുന്നു. അതുപോലെ ഒരാള് പിറവിയെടുക്കുന്നതോടുകൂടി അയാൾക്ക് ഈ ഭൂമുഖത്ത് അള്ളാഹു അനുവദിച്ചിരിക്കുന്ന കാലം എത്രയാണ്, വിഭവങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഇടങ്ങളിലാണ് അയാൾ സാന്നിധ്യം അറിയിക്കുക, ഏതൊക്കെ ആളുകളുമായിട്ടാണ് അയാൾ ഇടപഴകുക, എന്തൊക്കെ നിലപാടുകളാണ് അയാൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തില്, അള്ളാഹുവിന്റെ കിതാബില് രേഖപ്പെടുത്തപ്പെടുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പൊ ആയുസ് ആർക്കെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും സാധ്യമല്ല. നമ്മളൊരാളെ വകവരുത്തി കളയാം എന്ന് കരുതി ആയുധമൊക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ട് അയാളെ കൊന്നു കളഞ്ഞു എന്ന് വെക്കുക. അയാളുടെ ആയുസ് നമ്മൾ വെട്ടിച്ചുരുക്കി എന്ന് നമ്മൾ കരുതുന്നതിന് അർത്ഥമില്ല. അത് അള്ളാഹുവിന്റെ നിശ്ചയത്തിലും അറിവിലും പെട്ട സംഗതി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് നമ്മൾ മുക്തരാകുമോ? അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ കുറ്റകൃത്യങ്ങൾക്ക് നമ്മുടെ മനസാക്ഷിയുടെ വിചാരണയിൽ തന്നെ നമ്മൾ കുറ്റവാളിയായിട്ട് ബോധ്യപ്പെടും. അതുകൊണ്ട് നമ്മളുടെ ഇന്റൻഷൻ അതിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ ഓരോ മനുഷ്യനും പിറവിയെടുക്കുമ്പോൾ തന്നെ അയാളുമായി ബന്ധപ്പെട്ട സകല സംഗതികളും അള്ളാഹു തീരുമാനിക്കുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഈ ഒരാള് ദീർഘായുസ് നേടുന്നവനാണ്. അതിപ്പോ പല ഭരണകൂടങ്ങളും പറയാറുണ്ട്, നമ്മുടെ ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് ശിശുമരണ നിരക്ക് വളരെ കുറഞ്ഞു, അതുപോലെ ആയുർദൈർഘ്യം വളരെ കൂടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കാം. യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ ചില നടപടികൾക്ക് ഫലമില്ല എന്ന് പറയല്ല ഞാൻ. പക്ഷെ അതും നമ്മുടെ നടപടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ളതും, പ്രതിരോധ കുത്തിവെപ്പ് പോലെയുള്ള സംഗതികള്, ബാല്യത്തില് ശൈശവ മരണം ഉണ്ടാകാൻ കാരണമാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെയും നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നേരത്തെ ഇല്ലാതിരുന്നതും അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങള് പ്രവർത്തനക്ഷമമാകുന്നതിന് പല ഏജൻസും പ്രവർത്തനക്ഷമം അതിൽ ആക്റ്റീവ് റോൾ പ്ലേ ചെയ്യുന്നുണ്ടാകും. അത് മനുഷ്യന്റെ ആസൂത്രണം ഉണ്ടാവും, പ്രകൃതിപരമായ സാധ്യതകൾ ഉണ്ടാവും, അങ്ങനെ പലതും. അപ്പോ ഇത് ഒക്കെ സംഭവിക്കുന്നത് ഈ വിധത്തിലൊക്കെ തന്നെ കാര്യങ്ങള് രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് ദൈവിക ആസൂത്രണത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ ആയുസ് ദൈർഘ്യമുള്ളതായി ഏതെങ്കിലും തലമുറയിലെ ആളുകൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട പശ്ചാത്തലവും സാഹചര്യവും ഒരുക്കുന്നത് അള്ളാഹു തന്നെയാണ്. അള്ളാഹുവാണ് ആയുർദൈർഘ്യം നൽകുന്നത്. ആയുസിന് ദൈർഘ്യം കുറഞ്ഞതിന് കാരണവും അള്ളാഹുവിന്റെ നിശ്ചയം തന്നെയാണ്. ഇതിനേക്കാളൊക്കെ ആയുസ് ദീർഘമായ കാലം ആളുകൾ ജീവിച്ചിരുന്ന എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ട് പോയിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ പരാമർശിക്കുന്നിടത്ത് ഒരു 950 വർഷം തന്നെ അദ്ദേഹം പ്രബോധന ദൗത്യം നിർവഹിച്ച കാര്യം പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ഒരു പക്വതയാർന്ന മനുഷ്യനായി മാറാനുള്ള
ഒരു സമയം കൂടി അതിനോട് ചേർക്കുമ്പോൾ 1000-ലേറെ വർഷങ്ങളെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അപ്പോ ഈ ശിശുമരണ നിരക്കുകൾ കുറയുന്നതും ആരോഗ്യരംഗം മെച്ചപ്പെട്ടതായി മാറുന്നതും അതുപോലെ തന്നെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതും ഒക്കെ തന്നെ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ആരോഗ്യരംഗത്തുള്ള പരിഷ്കരണങ്ങളും ഒക്കെ അതിന് കാരണമാകുന്നുണ്ടാകാം. പക്ഷെ ആ പരിഷ്കരണങ്ങളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായി വരുന്നത് അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഫലമായിട്ട് കൂടിയാണ് എന്നത് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഈ ആയത്തിന്റെ സൂചനകൾ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അത് വൈദ്യശാസ്ത്രത്തിന് അതിൽ പങ്കില്ല, ചികിത്സാ സംവിധാനങ്ങൾക്ക് അതിന് പങ്കില്ല എന്നല്ല പറയുന്നത്. വൈദ്യശാസ്ത്രവും ചികിത്സാ സംവിധാനവും ഒക്കെ തന്നെ ആരാണ് ആ വിധത്തിൽ പ്രവർത്തനക്ഷമമാക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്? അത് പരിശോധിച്ചാൽ കാര്യം മനസ്സിലാവും. അപ്പോ ദൈവിക നിശ്ചയത്തെ, അത് മനുഷ്യന്റെ ആയുസ് സംബന്ധമായതായാലും ഗർഭധാരണം, പ്രസവം പോലെയുള്ള സംഗതികളായാലും ഇതിനെയൊന്നും മറികടക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പൊ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കീർണമായ ഒരു വിഷയം ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു വിവാഹിതരല്ലാത്ത രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഗർഭധാരണം വിഷയമായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോ സാധാരണഗതിയിൽ അങ്ങനത്തെ അവിഹിത ഗർഭങ്ങള് അലസിപ്പിക്കുവാൻ ആളുകൾക്ക് യാതൊരു മടിയുണ്ടാവാറില്ല. അവര് അത് അബോർട്ട് ചെയ്ത് കളയുന്ന ഒരു രീതിയാണ് ലോകത്ത് പലയിടത്തും സ്വീകരിച്ചു വരുന്നത്. പക്ഷെ ഇവിടെ അതിന് കൂട്ടാക്കാതിരിക്കുന്ന ഒരു സംഗതി സംഭവിക്കുന്നു. അതില് സമൂഹത്തിന് വലിയ ഇടപെടൽ ഉണ്ടാകുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഗർഭധാരണത്തിന് ഉത്തരവാദിയായിട്ടുണ്ടാവാൻ ഇടയുള്ള ആള് ഒരുപക്ഷെ അത് കളയാൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷെ അള്ളാഹു നിശ്ചയിച്ച ഒരാള് പിറവിയെടുക്കണം എന്നത് അള്ളാഹു തീരുമാനിച്ചു കഴിയുമ്പോൾ അതിനു വേണ്ട സാഹചര്യം അള്ളാഹു ഒരുക്കും. അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കും ഇത്തരം എതിർപ്പുകൾ, സമൂഹത്തിന്റെ അതില് ഒക്കെയുള്ള ഇടപെടലുകൾ ഒക്കെ ആയിട്ട് അത് നമ്മൾ കാണുന്നുണ്ടാവുക. ദൈവിക ആസൂത്രണത്തിന്റെ പല രീതികളും നമുക്ക് ഇതില് വ്യക്തമായിട്ടും കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ നിശ്ചയിക്കുന്നവര് ജനിക്കുന്നു, നമ്മൾ വേണ്ടെന്ന് വെക്കുന്നവര് ജനിക്കാതെ പോകുന്നു എന്ന ഒരു ധാർഷ്ട്യം മനുഷ്യൻ വല്ലാതെ കൊണ്ട് നടക്കുന്നതിന് ഒരു പ്രസക്തിയുമില്ല. കാരണം അത് തടയുന്നതിന്, നമ്മുടെ നിശ്ചയങ്ങള് പ്രവർത്തനക്ഷമമല്ലാതാക്കാൻ, അത് ഫലപ്രദമല്ലാതാക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ ഭൂമുഖത്ത് അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുവിന് അത് സാധിക്കുകയും ചെയ്യും. പിറവിയെടുക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ച ആളുകള് ഭൂമുഖത്ത് ജനിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ അള്ളാഹുവിന് നിശ്ചയമായിട്ടും സാധിക്കും. അപ്പോ ദൈവനിശ്ചയത്തെ മറികടക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. അതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള നിശ്ചയങ്ങളാണ് അള്ളാഹു നടത്തുന്നത്. അത് ഒരാളും അവഗണിക്കപ്പെട്ട അവസ്ഥയിലല്ല. ആര് തന്നെയാണ് ഗർഭം ധരിക്കുന്നതെങ്കിലും, ആരാണ് ഗർഭപാത്രത്തിൽ വളരുന്നതെങ്കിലും അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോ എണ്ണമറ്റ സൃഷ്ടികളെ കുറിച്ച് അള്ളാഹു വിശദമായി അറിയുന്നു എന്നത്, അതിന്റെ സൂക്ഷ്മമായ തലങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഓരോ ചുവടുവെപ്പും നടത്തുന്നത് എന്നത് നമ്മളിൽ ഒരുപക്ഷെ വലിയ അത്ഭുതം ഉളവാക്കി എന്ന് വരാം. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്രയും ഒക്കെ മെറ്റിക്കുലസ് ആയിട്ട് കോടാനുകോടി മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ കാര്യത്തിലുള്ള ഈ ദൈവിക ആസൂത്രണം, പടച്ച തമ്പുരാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ക്ഷീണിച്ചു പോലെ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോയിന്ന് വരും. പക്ഷെ അള്ളാഹു ആവുന്നത്, അവൻ സ്രഷ്ടാവും നിയന്ത്രകനും ആവുന്നത് ഇത്രയും മഹത്തരമായ, ഗംഭീരമായ, അതിവിസ്മയകരമായ ആസൂത്രണം അവന് സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവനെ നമ്മള് റബ്ബുൽ ആലമീൻ എന്നൊക്കെ വിളിക്കുന്നത്, ഖാലിഖു കുല്ലി ഷൈ, എല്ലാറ്റിന്റെയും സ്രഷ്ടാവ് എന്ന് വിളിക്കുന്നത്, മുദബ്ബിറുൽ ഉമൂർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കാണാൻ യാതൊരു പ്രയാസവും ഇല്ല.
പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എളുപ്പമാണ് എന്നതാണ്. ഇന്നദാലിക അലല്ലാഹി യസീർ. നിശ്ചയമായിട്ടും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമായ പ്രയാസരഹിതമായ ഒരു കാര്യമാണ്. ഈ ആസൂത്രണവും ഈ പദ്ധതികൾ നടപ്പിലാക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ഫാത്തിറിലെ 11-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.